ഈ സിസ്റ്റേഴ്സ് പരിപാടി നിർത്തി വീട്ടിൽ പോകല്ലോ, അയ്യോ എന്നെ ഇവിടെ പിടിച്ച് ജയിലിലിട്ടു, ഞാനിത് നാളെ രാവിലെ ഈ പരിപാടി. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെ യുദ്ധം ചെയ്തിട്ട് ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും മുസ്ലിമിനെയും കൂട്ടത്തല്ലുണ്ടാക്കി അടിയുണ്ടാക്കി കൊല്ലാണ്ട ഒരു വ്യവസ്ഥ ഉണ്ടാക്കലുള്ളതല്ലോ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പാമ്പ്ലാനി പിതാവ് പറയുകയാണ് BJP-നെ തകർക്കണം, BJP-നെ അടിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇതേപോലെ ഹിന്ദു സമുദായത്തെ എന്താണ് ബജരംഗ ദളിനെ എല്ലാ ക്രിസ്ത്യാനികളും പോയി തല്ല് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് കലാപമാണ്. ആ കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ വേണ്ടി പാമ്പ്ലാനി പിതാവിനോ ഈ തറയിൽ പിതാവിനോ ഈ താഴത്ത് പിതാവിനോ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, പിതാക്കന്മാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, സമാധാനത്തോടെ ഈ പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അത് വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ BJP ആയിട്ടുള്ള പാലം ഞങ്ങളിവിടെ ഇട്ടു, എഴുതി ഒപ്പിട്ട് BJP അമിത്ഷാൻ്റെ വീട്ടിലേക്ക് കൊടുക്കേണ്ട കാര്യമോ, മോഡിൻ്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമോ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായ പ്ലാനുണ്ട്. ആ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്ലാനാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഈ നാളെ രാവിലെ വരുമ്പോൾ ക്രിസ്ത്യാനികളെല്ലാം ഇനി BJP-ക്കാരെ വരുന്ന അവിടെ കേക്ക് കൊണ്ടുവരുന്ന സ്ഥലം കേക്ക് വാങ്ങിച്ച് സ്വീകരിച്ച് പൊന്നാടിയിട്ട് സ്വീകരിച്ച് അവിടെ കയറ്റിയിരുത്തി നാളെ രാവിലെ എല്ലാ ഇടയിലേനും വായിച്ച് എല്ലാ ക്രിസ്ത്യാനികളും പോയി BJP-ക്ക് വോട്ട് ചെയ്തോളൂ, സുരേഷ് ഗോപിനെ തൃശ്ശൂർ ജയിപ്പിച്ചോളൂ, അല്ലെങ്കിൽ നിയമസഭ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് ഇലക്ഷനും ജയിപ്പിച്ചോളൂ എന്ന് പറയും. ഞാൻ വിചാരിക്കുന്നില്ല. അത് സഭയുടെ ദീർഘവീക്ഷണമായിരിക്കും. ആ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് അവരുടെ ഇൻറ്റേണലായ ഡിസ്കഷനോടുകൂടി തീരുമാനം രൂപീകരിക്കപ്പെടുകയും അത് പറയുകയും ചെയ്യും.